ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്യാം. അതിനായി 1/2 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അത് നമുക്ക് ചെറിയ പീസാക്കി നുറുക്കി വയ്ക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, സവാളയും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടാണ് അതിൽ ഇട്ടത്. ആദ്യം അരിഞ്ഞ് വെച്ചെങ്കിൽ ഞാൻ ഒന്നുകൂടി അത് ചതച്ചിട്ടാണ്. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് വഴറ്റാം. സവാള നല്ലോണം വഴന്ന് വരുന്നുണ്ട്. നല്ല ബ്രൗൺ നിറമായിക്കോട്ടെ. നന്നായിട്ട് സവാള മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും, കാരണം ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞണ്ട് വേവിച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതൊക്കെ നല്ലോണം പച്ചമണം മാറി വന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടികളെല്ലാം ചേർക്കാം. ഞണ്ട് നമുക്ക് വറുത്തരച്ചും വെക്കാം. വറുത്തരച്ച് വറുത്തരയ്ക്കുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് അരച്ചൊക്കെ എടുക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് കറിയാക്കാം. ഇതിൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് സ്വല്പം ചൂടുവെള്ളം ചേർത്ത് കുറച്ച് ഗ്രേവി ആക്കാം. ഞാനിതിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കാണിക്കാനായിട്ട് ഞാനത് വിട്ടുപോയതിൽ. പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ട് ചേർക്കാം. വെന്തിരിക്കണ ഞണ്ടാണ്, അതുകൊണ്ട് ഇനി അധികം വേവിക്കേണ്ട. വേപ്പില ചേർക്കാം. ഈ സമയത്താണ് ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. ഷാപ്പിലെ കറി പോലെ നല്ല എരിവായിട്ടുണ്ട് കേട്ടോ. എരിവും ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനി എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി കുറക്കാം.